ഹലോ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ. സ്റ്റേറ്റ് സിലബസിലെ ഒരുപാട് ചാപ്റ്റേഴ്സ് ഒക്കെ മാറിയല്ലോ അല്ലെ. നമുക്കിന്നിവിടെ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് നോക്കാം. അഭിന്നക ഗുണകം. ഇറാഷണൽ നമ്പർ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇതിന് തൊട്ട് മുൻപുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ന്യൂ നമ്പേഴ്സ് ഓർമ്മയില്ലേ? പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് ഇറാഷണൽ നമ്പർ എന്ന് പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഈ ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ ഡിവൈഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഇറാഷണൽ നമ്പർ എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ഇറാഷണൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ പഠിച്ചു. അഭിന്നക സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ, ഗുണിക്കാനും ഹരിക്കാനും, ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളതെന്നുള്ളത്. ഓക്കെ, ഇവിടെ കഴിഞ്ഞ ചാപ്റ്ററിലെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുവാണ്, ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് പോവാണ്. ഓക്കെ, അത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ മാത്സ് പഠിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന് മുന്നോടിയായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ആ ചാപ്റ്റർ പഠിക്കാനായിട്ട്. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? വൺ സൈഡ് ഓഫ് എ ബ്ലൂ സ്ക്വയർ ഈസ് 1 യൂണിറ്റ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതായിരിക്കും. ഈ കാണുന്ന സ്ക്വയറിന്റെ, എവിടെ ഒരു സ്ക്വയർ കാണുന്നുണ്ടല്ലോ, ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ, വിസ്തീർണം, പരപ്പളവ് ഇതെല്ലാം എത്രയാണ്? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എങ്കിൽ വാട്ട് വിൽ ബി ദ ഏരിയ ഓഫ് ദിസ് ലാർജർ സ്ക്വയർ? അല്ലെങ്കിൽ ഹൗ മെനി ടൈംസ് ദ ഏരിയ ഓഫ് ദ സ്മോളർ സ്ക്വയർ ഈസ് ദ ഏരിയ ഓഫ് ദ ലാർജർ സ്ക്വയർ? ചെറിയ ചതുരത്തിന്റെ വിസ്തീർണം വലിയ ചതുരത്തിന്റെ എത്ര മടങ്ങാണ്? ചെറിയ ചതുരത്തിന്റെ എത്ര മടങ്ങാണ് വലിയ ചതുരത്തിന്റെ വിസ്തീർണം എന്നാണ് ചോദ്യം. ഓക്കെ, വലിയ ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് ഈ ഗ്രീൻ കളറിൽ കാണുന്ന, പച്ച കളറിൽ കാണുന്ന ചതുരത്തിന്റെ, സമചതുരത്തിന്റെ വിസ്തീർണം അല്ലെങ്കിൽ പരപ്പളവ് ചെറിയ സമചതുരത്തിന്റെ എത്ര മടങ്ങാണ് എന്നാണ് ചോദ്യം. ഓക്കെ, എന്താണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഈ കാണുന്നതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒരു വര വരച്ചു, അതുപോലെ തന്നെ ഇതിങ്ങോട്ടേക്ക് ഞാനൊരു വര വരച്ചു. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാല് നമുക്കിവിടെ 4 ത്രികോണങ്ങൾ കിട്ടും ഇല്ലേ? 4 ത്രികോണങ്ങൾ കിട്ടും. ഈ 4 ത്രികോണങ്ങളും ഒരേ അളവിലുള്ളതാണ്, ഈക്വൽ ഏരിയ വരുന്നതാണ്. തുല്യ പരപ്പളവുള്ള 4 ത്രികോണങ്ങളാണ്, ഈക്വൽ ഏരിയ വരുന്ന 4 ട്രയാങ്കിൾസ് ആണ്. ഈ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയ എത്ര വരും എന്ന് നോക്കിയാലോ. ഈ ബ്ലൂ കളറിൽ കാണുന്ന, നീല കളറിൽ കാണുന്ന ഈ ചെറിയ സമചതുരത്തിന്റെ, ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നാ പറഞ്ഞേ? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണേ. 1 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അതായത് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ കാണുന്ന ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന വികർണം അല്ലെങ്കിൽ ഈ കാണുന്ന ഡയഗണൽ ആ ചതുരത്തിനെ, സമചതുരത്തിനെ, ഈ സ്ക്വയറിനെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, തുല്യമായിട്ട് ഭാഗിക്കുന്നു അല്ലെ? തുല്യമായിട്ട് ഡിവൈഡ് ചെയ്താൽ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യും? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ചെറിയ സ്ക്വയറിന്റെ ഏരിയ. ചെറിയ സമചതുരത്തിന്റെ പരപ്പളവ് 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അതിനെ തുല്യമായിട്ട് ഭാഗിച്ചാൽ, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ഭാഗത്തിന് എത്ര ഏരിയ വരും? യെസ്, ഹാഫ് ആണ്, അരയല്ലേ, 1/2 അല്ലേ? അപ്പൊ അങ്ങനെ കൊടുക്കാം. ഈ കാണുന്നത് 1/2 ആണ്. ഇതിന്റെയും ഏരിയ എത്രയാ? 1/2 ആണ്. ഓക്കെ, അപ്പോ ഈ കാണുന്ന 2 ഭാഗത്തിന്റെയും ഏരിയ എത്രയാണ്? 1/2 ആണ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇനി ഈ കാണുന്ന 4 ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണ് പറഞ്ഞു, തുല്യമായിട്ട് ഭാഗം ചെയ്തിരിക്കുന്ന ത്രികോണങ്ങളാണ്. അപ്പൊ ഇതിന്റെ ഏരിയ 1/2 ആണെങ്കിൽ ഇതിന്റെയും ഏരിയ എത്ര തന്നെ ആയിരിക്കും? 1/2 എന്നല്ലേ വരുള്ളൂ അല്ലേ? അപ്പോ ഈ 1/2 + 1/2 എത്രയാ? 1 ആണ്. അതായത് ഈ പച്ച സമചതുരത്തിനെ തുല്യമായിട്ട് ഭാഗിക്കുകയാണെങ്കിൽ ഇവിടെ 1/2 1/2 ഇത് രണ്ടും കൂടെ ചേർന്നപ്പോ തന്നെ എത്ര കിട്ടി? 1 കിട്ടി. അപ്പൊ ഇവിടെയും എത്ര തന്നെ ആയിരിക്കും? ഇതും 1/2 ആയിരിക്കും, ഇതും 1/2 ആയിരിക്കും ആണേ. അപ്പൊ ഈ ടോട്ടൽ ഈ 4 ത്രികോണങ്ങളും കൂടെ ചേരുന്നത് എത്ര സെന്റിമീറ്റർ സ്ക്വയർ ആണ്? അതെ, എത്ര സെന്റിമീറ്റർ സ്ക്വയർ ആരാ? 2 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ഒരു കാര്യം മനസ്സിലായി, ചെറിയ സമചതുരത്തിന്റെ, ചെറിയ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറയുമ്പോൾ എന്താ?
വികരണത്തിൽ മറ്റൊരു സമചതുരം വന്നാൽ, മറ്റൊരു സ്ക്വയർ വന്നാൽ ആ വലിയ സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും. ചെറിയ സ്ക്വയറിന്റെ ഏരിയ എത്രയായിരുന്നു? 1 ആയിരുന്നു. വലിയ സ്ക്വയറിന്റെ ഏരിയ എത്ര വന്നു? 2 വന്നു. ഓക്കെ, ചെറിയ സ്ക്വയറിന്റെ ഏരിയ 1 ആയിരുന്നു, വലിയ സ്ക്വയറിന്റെ ഏരിയ 2 വന്നു. ഇവിടാണ് അടുത്ത പ്രശ്നം. വലിയ സ്ക്വയറിന്റെ ഏരിയ എത്ര പറഞ്ഞു? 2 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര വരും? വലിയ സ്ക്വയറിന്റെ ഏരിയ 1 അല്ല, ചെറിയ സ്ക്വയറിന്റെ ഏരിയ 1 ആണ്, വലിയ സ്ക്വയറിന്റെ ഏരിയ 2 ആണ്, ഡബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വലിയ സ്ക്വയറിന്റെ, ഈ ഗ്രീൻ കളറിൽ കാണുന്ന വലിയ സമചതുരത്തിന്റെ പരപ്പളവ് 2 ആണെങ്കിൽ അതിന്റെ ഒരു വശം എത്ര വരും? നോക്കാം. നമുക്കിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ, വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. എന്തിന്റെയാണ്? ഈ പച്ച കളറിൽ കാണുന്ന, ഗ്രീൻ കളറിൽ കാണുന്ന വലിയ സമചതുരത്തിന്റെ ലാർജർ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏരിയ എത്രയാ? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ചെറുതിന്റെ ഏരിയ എത്ര പറഞ്ഞേ? 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. വലുതിന്റെ ഏരിയ എത്ര വന്നു? 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്ര വരും? നമുക്കറിയാം, ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ ഒരു സമചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് അതിന്റെ വശം അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് തുല്യമാണ്. ഇപ്പൊ ഒരു വശം 2 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഏരിയ എത്ര വരും? 2 × 2 4 അല്ലെ? അങ്ങനെ എടുക്കുന്നതിന് എന്താ പറയാ? വർഗം എടുക്കുക എന്ന് പറയും, അല്ലെങ്കിൽ സ്ക്വയർ ചെയ്യുക എന്ന് പറയും. സൈഡ് എത്രയാണോ അതിന്റെ സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടും? ആ ഏരിയ കിട്ടും. സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ എത്ര വരും? 2 സ്ക്വയർ ആണ്. 2 സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 2ന്റെ വർഗം എന്ന് പറഞ്ഞാൽ എന്താ? 2നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 എത്രയാ? 4. ഇനി സൈഡ് 3 സെന്റിമീറ്റർ ആണെങ്കിലോ അതിന്റെ സ്ക്വയർ എടുക്കുന്നു. അതായത് ആ 3 സെന്റിമീറ്ററിന്റെ വർഗം എടുക്കുന്നു. 3നെ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3 × 3 3 × 3 എത്രയാ? 9 അല്ലെ? ഇനി സൈഡ് 5 സെന്റിമീറ്റർ ആയിരുന്നെങ്കിലോ 5 × 5 25. ആ നമ്പറിന്റെ സ്ക്വയർ എടുക്കുന്നു, അല്ലെങ്കിൽ ആ സംഖ്യയുടെ വർഗം എടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ലാർജർ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയായിരിക്കും? ആ സൈഡ് എത്രയാണെന്ന് പോലും നമുക്കറിയില്ല. അതിനെ നമുക്ക് എക്സ് എന്ന് മാർക്ക് ചെയ്യാം. ഈ കാണുന്ന എക്സിന്റെ, ഈ കാണുന്ന ഒരു വശത്തിന്റെ സ്ക്വയർ ആയിരിക്കില്ലേ ഈ കാണുന്ന 2 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്? അല്ലെ? വശം സ്ക്വയർ അല്ലെങ്കിൽ സൈഡ് സ്ക്വയർ ആണ് എത്ര? 2 വന്നിരിക്കുന്നത്. അപ്പൊ ഒരു സൈഡ് എത്രയായിരിക്കും? നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ കണക്ക് നോക്കുവാണെങ്കിൽ ഈ 2 എന്ന് പറയുന്നത്, ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ നിങ്ങൾ പൂർണ്ണവർഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ആ പൂർണ്ണവർഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്, 2 സ്ക്വയർ 4 ആണ്, 3 സ്ക്വയർ വരുന്നത് 9 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ ഏതാ? നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 2 ആണ് അല്ലെ? അപ്പൊ ഈ 2 എന്ന് പറയുന്നത് ഏതിനൊക്കെ ഇടയിലാ? ഈ 1നും 4നും ഇടയിലാണ്. അതായത് ഒരു കാര്യം ഉറപ്പായി, 2 എന്ന് പറയുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അല്ലെങ്കിൽ പൂർണ്ണവർഗമല്ല. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയുന്ന ഈ കാണുന്ന പൂർണ്ണവർഗങ്ങളെ എന്ന് പറയുന്ന 1, 4, 9, പിന്നെ അടുത്ത വരുന്ന നമ്പർ ഏതാ? 4ന്റെ സ്ക്വയറാ 16 ആണ്. പിന്നെ അടുത്ത വരുന്ന നമ്പർ ഏതാ? 5ന്റെ സ്ക്വയർ ആണ് 25 ആണ്. അപ്പോ ഈ കാണുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർസ് എന്ന് പറയാം, അല്ലെങ്കിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയാം. ഓക്കെ, അതിന് കംപ്ലീറ്റ് ആയിട്ട് ഒരു പെർട്ടിക്കുലർ നമ്പർ നമ്മുടെ കയ്യിൽ ഉണ്ടാകും. പക്ഷേ ഇതിനിടയിൽ വരുന്ന നമ്പർ ഒന്നും എന്തല്ല? പൂർണ്ണവർഗങ്ങളല്ല, അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയർസ് അല്ല. ഓക്കെ, അപ്പൊ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 2. ഒരു നമ്പർ ഏതാണെന്ന് അറിയില്ല, ആ നമ്പറിന്റെ എക്സ് എന്ന് കൊടുത്തു. എക്സിന്റെ സ്ക്വയർ ആണ് എത്ര? 2. അപ്പോ എക്സ് എത്രയാണെന്ന് അറിയില്ല. ഈ നമ്പേഴ്സിന്റെ ഒക്കെ എന്താ പറയാ, ഒരു സംഖ്യകളുടെ ഉത്ഭവം അല്ലെങ്കിൽ ഒരു റെവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മള്
നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ SS ലൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, പാലിയോലിത്തിക് ഏജ്, നിയോലിത്തിക് ഏജ്, അങ്ങനെ കുറെ പുരാതന കാലത്തെ കാലയളവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ SS ക്ലാസ്സിലോട്ട് കയറുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്പേഴ്സിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് പുരാതന കാലത്ത് കാറ്റിൽ റെയറിംഗ് എന്ന് പറയുന്ന സംഗതി. എന്താണ് കാറ്റിൽ റെയറിംഗ്? കന്നുകാലികളെ വളർത്തുക, അല്ലെങ്കിൽ കൃഷി തുടങ്ങിയ സമയത്ത് കന്നുകാലികളെ വളർത്തുക, മൃഗങ്ങളെ വളർത്തുക. ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്റെ പക്കലുള്ള അല്ലെങ്കിൽ ആ മനുഷ്യന്റെ പക്കലുള്ള മൃഗങ്ങളുടെ എണ്ണം കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ടാലി മാർക്കുകൾ മാർക്ക് ചെയ്ത് തുടങ്ങി. ടാലി മാർക്ക് നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതല്ലേ ടാലി മാർക്ക്? അതെ, സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിച്ചതാണ് അല്ലെ ടാലി മാർക്ക്. അപ്പൊ ആ ടാലി മാർക്കുകൾക്ക് യൂസ് ചെയ്ത് തുടങ്ങി. ആദ്യകാലം മുതൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ടാലി മാർക്ക് എന്ന് പറയുന്നത്. ടാലി മാർക്കൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി. അതിനുശേഷം ഈ നമ്പേഴ്സ് ഒക്കെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഓരോ നമ്പേഴ്സ് നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നമ്പർ സിസ്റ്റം പറയുവാണെങ്കിൽ പ്രധാനമായും നമുക്ക് 2 തരത്തിലുള്ള നമ്പേഴ്സ് ആണുള്ളത്. ഒന്ന് റിയൽ നമ്പർ, രണ്ടാമത്തത് ഇമാജിനറി നമ്പർ, സാങ്കല്പികമായിട്ടുള്ള ഒരു സംഖ്യകളാണ്. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ നമ്പേഴ്സിനെ നമ്മൾ ഉത്ഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ നമ്പേഴ്സ് നമ്മൾ ഇവോൾവ് ചെയ്തെടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്താ സംഭവിച്ചേ? ഒരു വലിയ സ്ക്വയറിന്റെ ഏരിയ, ആ ഡയഗണലിൽ വന്ന വലിയ സ്ക്വയറിന്റെ ഏരിയ 2 ആണെന്ന് കിട്ടി. അങ്ങനാണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു നമ്പറിന്റെയും സ്ക്വയർ എന്തല്ല? 2 അല്ല. ഒരു നമ്പറിന്റെയും സ്ക്വയർ 2 അല്ല. അങ്ങനെ വരിക്കെ നമ്മൾ പുതിയൊരു നമ്പർ അവിടെ ഫോർമുലേറ്റ് ചെയ്യുന്നു. x² = 2. നമ്മള് സ്ക്വയർ മാറുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വർഗവും വർഗമൂലവും ഓർമ്മയുണ്ടോ? 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്. നമ്മൾ ഒരു പെർട്ടിക്കുലർ നമ്പറിന്റെ സ്ക്വയർ എടുക്കുന്നു, അതിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നു, വർഗം എടുക്കുന്നു, വർഗമൂലം എടുക്കുന്നു. അപ്പൊ ഒരു സംഖ്യയുടെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഒരു സംഖ്യയുടെ വർഗമാണ് 2 എങ്കിൽ ആ സംഖ്യ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, അതിന്റെ വർഗമൂലം എടുത്താൽ മതി, √2. അപ്പോ ആ സ്ക്വയറിന്റെ ആ ഗ്രീൻ കളറിൽ കാണുന്ന വലിയ സ്ക്വയറിന്റെ ഒരു സൈഡ് എത്രയാണ്? √2 ആണ്. ഓക്കെ, ഇനി ഈ √2 എന്ന് പറയുന്നത് 2 എന്തില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു റൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നിശേഷം ഇത്തിരി പ്രശ്നമുള്ള അല്ലെങ്കിൽ കുറച്ച് കഠിനമായ ഒരു രീതിയാണ്. അത് മനസ്സിലാക്കി എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം. എങ്കിലും നമുക്കത് പഠിച്ചല്ലേ പറ്റൂ. ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾ ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ സിമ്പിൾ കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എവിടെയൊക്കെ ബ്ലോക്ക് ആവുന്നുണ്ടോ അവിടെ പുതിയ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവരുവാണ്. ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞല്ലോ, ഒരു വലിയ സ്ക്വയറിന്റെ ഏരിയ 2 സെന്റിമീറ്റർ വന്നു. അപ്പൊ ഒരു സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കിയപ്പം ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടാതായി. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ പുതിയ നമ്പർ സിസ്റ്റം കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്ന ഒരു നമ്പർ സിസ്റ്റം ആണ് ഇറാഷണൽ നമ്പർ, അല്ലെങ്കിൽ അഭിന്നക ഗുണകം എന്ന് പറയുന്നത്, അഭിന്നകം സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഇറാഷണൽ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമാണ് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ x = √2. √2 എന്ന് പറയുന്നത് ഒരു ഇറാഷണൽ നമ്പർ ആണ്, അല്ലെങ്കിൽ അഭിന്നക സംഖ്യയാണ്. ഓക്കെ, √2 അല്ലാതെ വേറെയും നമ്പേഴ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമഭുജ ത്രികോണത്തിന്റെ ഉയരം കണ്ടെത്തുക. എങ്ങനെ ഉയരം കണ്ടെത്തുന്നത്? നമുക്ക് ഉയരം എന്ന് പറയുന്നത് ഈ കാണുന്ന ഉയരം എന്ന് പറയുമ്പോൾ ഒരു വശം ബേസ് ആയിട്ട് എടുത്താൽ, പാദമായിട്ട് എടുത്താൽ, അതിന് ഓപ്പോസിറ്റ് കാണുന്ന വെർട്ടെക്സിൽ നിന്ന്, വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു മൂലയ്ക്ക് പറയുന്ന പേരാണ്, ഒരു കോർണറിന് പറയുന്ന പേരാണ്. അപ്പോ ഒരു ത്രികോണത്തിന്, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ എന്താ? 3 സൈഡും ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ്, 3 വശങ്ങളും തുല്യമായിട്ടുള്ള ത്രികോണത്തിനെയാണ് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സമഭുജ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഒരു വശത്തിൽ നിന്ന്, ഒരു വശത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കോർണറിൽ നിന്ന്, ഒരു വെർട്ടെക്സിൽ നിന്ന് നേരെ താഴോട്ട് ലംബമായി പെർപെൻഡിക്കുലർ ആയി വരയ്ക്കുന്ന വരയാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്.
ഏതിന്റെ? ഈ ത്രികോണത്തിന്റെ, ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഒരു വെർട്ടെക്സിൽ നിന്ന്, ഒരു കോർണറിൽ നിന്ന്, ഒരു മൂലയിൽ നിന്ന് അതിന്റെ എതിർവശത്തേക്ക് വരയ്ക്കുന്ന ലംബമായ വര അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വര, അതിന് പറയുന്ന പേരാണ് ഹൈറ്റ്. ഹൈറ്റും ബേസും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഹൈറ്റും ബേസും എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു മണ്ടത്തരം നിങ്ങൾ എപ്പോഴും കാണിക്കാനുള്ള ഒരു കാര്യം ഞാൻ പറയാം. നമുക്കൊരു ട്രയാങ്കിൾ ഇങ്ങനെ കിട്ടിയാൽ, നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടിയെന്ന് വെച്ചോ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഇതിന്റെ ബേസ് 8 സെന്റിമീറ്റർ ആണ്. ഇത് 4 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ആണ്. എങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാ? ഇത് ആംഗിൾ 120 ഡിഗ്രി ആണ്. എങ്കിൽ ഇതിന്റെ ഹൈറ്റ് എത്രയാ? ചാടിക്കയറി നിങ്ങൾ പറയും 4 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് എന്ന് പറയും. ആണോ? അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം, ഉന്നതി എന്നൊക്കെ പറയുന്നത് എന്താണ്? ബേസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കണം, ലംബമായിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ടൊരു വര വരച്ചാൽ, ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാൽ ഇതിനെ നമുക്ക് ഹൈറ്റ് എന്ന് വിളിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നേരെ താഴോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം. ഇതും കൂടെ ഒരു ഇമാജിനറി ലൈനായിട്ട് വരച്ചു നോക്കണം. ഈ കാണുന്നതായിരിക്കും എന്ത്? ഹൈറ്റ്. അല്ലാതെ ഈ കാണുന്ന 4 സെന്റിമീറ്റർ അല്ല ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആയിട്ട് വരിക. ക്ലിയർ? ഞാൻ ഒരു സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ അബദ്ധവശാൽ ചെയ്തു പോകുന്ന ചില മണ്ടത്തരങ്ങളാണ്. ഓക്കെ, ലീവ് ഇറ്റ്. എന്തായാലും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. പെർപെൻഡിക്കുലർ ആയിരിക്കും എന്നുള്ള കാര്യം മാത്രം ഓർത്തിരിക്കുക. എന്തിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും? ബേസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. പാദം ഉയരവും തമ്മിൽ എപ്പോഴും എന്തായിരിക്കും? ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ? ഓക്കെ, ഇപ്പൊ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ കാണുന്ന ട്രയാങ്കിളിന്റെ, ഈ കാണുന്ന ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഇതിന്റെ എല്ലാ സൈഡും എത്ര സെന്റിമീറ്റർ ആണ്? 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് 2 സെന്റിമീറ്റർ ആണ്. ഇത് 2 സെന്റിമീറ്റർ ആണ്. ബേസും 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെ ഇരിക്കെ ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു വേർട്ടെക്സിൽ നിന്ന് ഹൈറ്റ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. ഏതിന്റെ? ബേസിന്റെ മിഡ് പോയിന്റ് ആയിരിക്കും. സപ്പോസ് വി ആർ കൺസിഡറിങ് ABC as the triangle ABC is an equilateral triangle, then M is the midpoint of AB. M എന്തായിരിക്കും? AB യുടെ മിഡ് പോയിന്റ് ആയിരിക്കും. അങ്ങനാണെങ്കിൽ എന്ത് പറയാം? AB 2 സെന്റിമീറ്റർ ആണെങ്കിൽ AM എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. BM എത്രയായിരിക്കും? 1 സെന്റിമീറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഹൈറ്റ് ഓഫ് ദിസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, ഈ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നോക്കാം. To compute the length of its third side, let's draw a square from the third side. Okay. ഈ ഒരു സംഭവം നമുക്ക് തേർഡ് സൈഡ് കണ്ടുപിടിക്കാൻ, തേർഡ് സൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്ന ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. എന്താണ് പൈതഗോറസ് തിയറം? ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ പറയും എന്താ, ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, അല്ലെങ്കിൽ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നുള്ള രീതിയിൽ പഠിക്കാം. പഠിക്കുന്നതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, സംഭവം അതൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന്റെ ഒരു ജോമെട്രിക്കലായിട്ട്, ജാമിതീയമായിട്ട് നമുക്കൊരു റെവല്യൂഷണറി ചേഞ്ച് നമുക്ക് കൊണ്ടുവരാം. ജസ്റ്റ് പെട്ടെന്ന് മൈൻഡിൽ ഓർത്തിരിക്കാനുള്ള ഒരു സംഗതി ഞാൻ പറയാം. അതായത് നമ്മളൊരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ, ഒരു മട്ടത്രികോണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കോണ് 90 ഡിഗ്രി വരുന്ന ത്രികോണത്തിനെയാണ് മട്ടത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അവിടെ ഈ 3 സൈഡിലായിട്ട് എന്തുണ്ട്? ഇത് ബേസ് ആണെന്നറിയാം, അല്ലെങ്കിൽ പാദമാണെന്നറിയാം, ഇത് ലംബം അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ആണെന്നറിയാം, ഇത് കർണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ബേസ്, ഓൾട്ടിറ്റ്യൂഡ്, ഹൈപ്പോട്ടന്യൂസ് ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. നമ്മൾ അതിനകത്ത് ഈ ഒരു പൈതഗോറസ് തിയറം പഠിക്കാൻ വേണ്ടിയിട്ട്, എളുപ്പം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എളുപ്പ വഴി ഞാൻ പറയട്ടെ. ഈ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ച് നോക്കിയതാ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതുക. എവിടെ? ലംബത്തില്, ഓൾട്ടിറ്റ്യൂഡിൽ ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതുക.
താഴെ ബേസിലും ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതുക. എവിടെ? ബേസിൽ അല്ലെങ്കിൽ പാദത്തിലും ഒരു സ്ക്വയർ ഉണ്ടെന്ന് കരുതുക. ഈ സ്ക്വയറിന്റെ ഏരിയ തമ്മിൽ, ഈ രണ്ട് സ്ക്വയറിന്റെയും പരപ്പളവുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്തിന്റെ ഏരിയ കിട്ടണം? ദാ ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ കിട്ടണം. ഓക്കെ, എന്താ പറഞ്ഞേ? ദാ ഇവിടെ രണ്ട് സ്ക്വയറുകളുണ്ട്. ഈ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടണം. ഇതിന്റെ ഏരിയ, സപ്പോസ് ഇതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എങ്കിൽ ഇവിടുത്തെ ഏരിയ എത്ര? ഇവിടുത്തെ ഏരിയ എത്ര വരും? 1 + 3 4 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഒരു സൈഡ് എത്ര വരും? 2 സെന്റിമീറ്റർ വരും. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ 1 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഈ കാണുന്നത് 4 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. വേറെ രീതിയിൽ പറഞ്ഞാല്, if we consider this particular side, this which one? Area of the smaller square is 2 centimeter square. Area of the smaller square is 5 centimeter square. ഇതിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്, ഇതിന്റെ ഏരിയ 5 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ലാർജർ വണ്ണിന്റെ ഏരിയ എത്രയായിരിക്കും? 2 + 5 എത്രയാ? 7 സെന്റിമീറ്റർ സ്ക്വയർ. ഇത് തന്നെയാണ് പൈതഗോറസ് തിയറം പറയുന്നത്. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിളില്, ഒരു മട്ട ത്രികോണത്തില് 2 വശങ്ങൾ ലംബമായിരിക്കും, 2 വശങ്ങൾ പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പെർപെൻഡിക്കുലർ സൈഡിൽ കാണപ്പെടുന്ന സ്ക്വയറിന്റെ ഏരിയ എന്താണ്? ഏരിയ. ആ നമ്പർ തമ്മിൽ കൂട്ടാനല്ല, ആ സ്ക്വയറിന്റെ ഏരിയ, ആ ഏരിയ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ലാർജർ സ്ക്വയറിന്റെ ഏരിയ കിട്ടണം. ഓക്കെ, ഈ 2 സ്ക്വയറിന്റെയും ഏരിയ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഈ ലാർജർ സ്ക്വയറിന്റെ ഏരിയ കിട്ടണം. ഇതാണ് പെർപെൻഡിക്കുലർ സ്ക്വയർ. അതാണ് ഈ ബേസ്. നമുക്ക് ബേസ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ ബേസിന്റെ സ്ക്വയറിനെ അല്ല നമ്മൾ ആ സ്ക്വയറിന്റെ ഏരിയ വരാം. ബേസിലുള്ള സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്ക്വയറും തമ്മിൽ ആഡ് ചെയ്താൽ ഹൈപ്പോട്ടിന്യൂസിലുള്ള സ്ക്വയർ കിട്ടും. ഇനി ഈ മട്ട ത്രികോണം അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ റൈറ്റ് ട്രയാങ്കിളിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഈ തേർഡ് സൈഡ് ആയിട്ടുള്ള 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടിന്യൂസിനാണ് ഏറ്റവും നീളം കൂടുതൽ. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ 3 വശങ്ങൾ എന്തായാലും ഉണ്ടാവും. 3 വശങ്ങളിലെ ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് കർണമാണ്, അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ, കർണമാണ് അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ ഈ ഹൈപ്പോട്ടിന്യൂസിനായിരിക്കും ഏറ്റവും നീളം കൂടിയ വശം ഉണ്ടാവുക. ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പൊ ആ വശത്തിൽ ഫോം ചെയ്യുന്ന സ്ക്വയർ ആയിരിക്കും ഏറ്റവും വലിയ സ്ക്വയർ. അതുകൊണ്ടാണ് ഞാൻ ഈ വലിയ സ്ക്വയർ ഇവിടെ ഞാൻ പറഞ്ഞുവിടുന്നത്. ഓക്കെ, ഏറ്റവും നീളം കൂടിയ വശം എന്താണ്? ഹൈപ്പോട്ടിന്യൂസ് ആണെങ്കിൽ കർണമാണ്. അതിന്റെ ആ വശത്ത് ഫോം ചെയ്യുന്ന സ്ക്വയർ ആയിരിക്കും ഏറ്റവും വലിയ സ്ക്വയർ. കൂട്ടത്തിൽ 3 സ്ക്വയറുകളുണ്ട്, 3 സമചതുരങ്ങളുണ്ട്. ഈ 3 സമചതുരങ്ങളിൽ ഏറ്റവും വലിയ സമചതുരം എന്ന് പറയുന്നത് കർണത്തിൽ രൂപപ്പെടുന്ന സമചതുരമാണ്. ഓക്കെ, അപ്പോ ഈ 2 സ്ക്വയേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടും എന്നുള്ളതാണ് പൈതഗോറസ് തിയറം പറയുന്നത്. ഓക്കെ, അപ്പൊ ജോമെട്രിക്കലി നമ്മൾ അല്ലെങ്കിൽ ജാമിതീയമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ത്? പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം ഒരിക്കലും നിങ്ങൾ ഇക്വേഷൻസ് വെച്ച് കാണാപ്പാടം പഠിക്കരുത്. മാത്സ് ഒരിക്കലും ഇക്വേഷൻ വെച്ച് പഠിക്കേണ്ട ഒരു സംഗതിയല്ല. മാത്സ് ഒരിക്കലും കാണാപ്പാടം പഠിക്കേണ്ട ഒരു സംഗതിയല്ല. മാത്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ്. അത് എങ്ങനെ വന്നു, ഏത് രീതിയിൽ വന്നു, ഓൾജിബ്ര കേൾക്കുമ്പോഴത്തേക്ക് എക്സും വൈയും കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര ഇടങ്ങേറാണ്. ഈ എക്സും വൈയും വിട്ടിട്ട് ഒരു രക്ഷയില്ല. ആര് പറഞ്ഞ എക്സും വൈയുടെ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതിലിട്ടോന്നേ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മൈൻഡ് ഒന്ന് ആലോചിച്ചെടുത്താൽ മതി. 9th തന്നെ ഫസ്റ്റ് ചാപ്റ്റർ പെയർസ് ഓഫ് ഇക്വേഷൻ, എന്ത് രസകരമായിട്ടാണ് ആ ചാപ്റ്റർ പോയിരിക്കുന്നത്. അതാ എക്സും വൈയിട്ട് പഠിക്കാതെ അതിന്റെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് ചെയ്ത് നോക്കിക്കേ, ഭയങ്കര രസമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ മാത്സ് ഭയങ്കര രസമായിട്ട് നമുക്ക് രസിച്ച് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വർഷത്തെ 9th ഗ്രേഡിലെ മാത്സ് ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വർഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു പഴയ രീതിയിൽ നിന്ന് മാറി ഭയങ്കര ആക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ഈ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞു പൈതഗോറസ് തിയറത്തിന്റെ വേറൊരു വകഭേദം ഞാൻ പറഞ്ഞു. 2 സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പം ABCD AD 1 സെന്റിമീറ്റർ ആണ്,
CD എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഈ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആ ഹൈറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്താ അപ്പുറത്ത് ഈ പറഞ്ഞ പൈതഗോറസ് തിയറത്തിന്റെ നമ്മളൊരു ആപ്ലിക്കേഷൻ ഇവിടെ കൊണ്ടുവരികയാണ്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താണ്, ഈ കാണുന്ന സ്ക്വയർ ടു കമ്പ്യൂട്ട് ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്. ഇവിടെ ഞാൻ 2 സെന്റിമീറ്റർ കൊടുത്തു. ഇവിടെ 1 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്നതും 1 സെന്റിമീറ്റർ ആണ്. ഇതും 2 സെന്റിമീറ്റർ ആണ്. ഈ കാണുന്നത് ഹൈറ്റ് ആണ്. ഈ മൂന്നാമത്തെ ഈ വൈറ്റ് കളറിൽ കാണുന്ന വെള്ള കളറിൽ കാണുന്ന ത്രികോണത്തിന്റെ മട്ട ത്രികോണത്തിന്റെ ആ റൈറ്റ് ട്രയാങ്കിളിന്റെ തേർഡ് സൈഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോ സ്ക്വയർസ് ഓൺ ഓൾ ഇറ്റ് സൈഡ്സ്. 3 സൈഡിലും എന്ത് ചെയ്യുന്നു, സ്ക്വയർ വരയ്ക്കുന്നു. നോക്കാം. ഓക്കെ, സ്ക്വയർ വരയ്ക്കുന്നു. നോക്കാം. ഇവിടെ ഈ കാണുന്നത് 1 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. 1 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? ഈ ബ്ലൂ കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും അല്ലെ? 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഈ കാണുന്ന പച്ച കളറിൽ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഒരു സൈഡ് 2 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ ഗ്രീൻ കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എത്ര സെന്റിമീറ്റർ സ്ക്വയർ വരും? സൈഡ് 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഏരിയ വരുമ്പോ 2ന്റെ സ്ക്വയർ അല്ലെ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പോ ഏരിയ എത്ര വരിക? ഏരിയ വരുന്നത് 2 സെന്റിമീറ്റർ സ്ക്വയറിന്റെ 2 ഇൻറ്റു 2 അല്ലെ? 2 ഇൻറ്റു 2 എത്രയാ? 4 സെന്റിമീറ്റർ സ്ക്വയർ. പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ചെറിയ സ്ക്വയറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടണ്ടേ? ഈ ചെറിയ സ്ക്വയറുകളുടെ ഏരിയ തമ്മിൽ കൂട്ടുമ്പോൾ ഈ വലിയ സ്ക്വയറിന്റെ ഏരിയ കിട്ടണം ആണ്. അങ്ങനെയാണെങ്കിൽ 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 1ന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? അതല്ലേ എത്രയാ വരിക? 3 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ റെഡ് കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എത്രയാ? 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്ര വരും? √3 ആയിരിക്കും. എത്ര വരിക? √3 ആയിരിക്കും. ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ വന്നു. അപ്പൊ ഒരു സൈഡ് എത്ര വന്നു? √3 വന്നു. ഫോർ ആൻ എക്സാമ്പിൾ, ഏരിയ പരപ്പളവ് 16 ആണെങ്കിൽ ഒരു സൈഡ് ഒരു വശം എത്ര വരും? √16 ആണ്. √16 എത്രയാ? 4 ആണ് അല്ലേ? 16ന്റെ വർഗമൂലം അല്ലെങ്കിൽ 16ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 4 ആണ്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ സ്ക്വയർ റൂട്ട് ഓഫ് 16 എങ്ങനെ 4 ആയി? സ്ക്വയർ റൂട്ട് ഓഫ് 16 എങ്ങനെ 4 ആയി? അപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം, 4ന്റെ സ്ക്വയർ എത്രയാ? 16 ആണ്. 4ന്റെ വർഗം 16 ആണ്. നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ 16 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ് എന്നാണ്. 4ന്റെ വർഗം 16 ആണ് അല്ലെങ്കിൽ 4ന്റെ സ്ക്വയർ 16 ആണ് എങ്കിൽ 16 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? ഏത് സംഖ്യയുടെ വർഗമാണ് എന്ന് നോക്കുന്നതാണ് ഈ സ്ക്വയർ റൂട്ട് എടുക്കുന്നത്. ഓക്കെ, 16 ഏത് നമ്പറിന്റെ സ്ക്വയറാ? 4ന്റെ സ്ക്വയർ ആണ്. അപ്പൊ ഈ റൂട്ട് ഓഫ് 16 എന്ന് പറയുന്നത് എത്ര എഴുതാം? 4 എഴുതാം. ക്ലിയർ ആയോ? 6ന്റെ സ്ക്വയർ എത്രയാ? 36 ആണ്. അപ്പൊ റൂട്ട് ഓഫ് 36 എത്രയാണ്? എത്രയാ വരിക? റൂട്ട് ഓഫ് 36 എന്ന് പറയുമ്പോൾ എത്ര വരും? 36 ഏത് നമ്പറിന്റെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ്. 6 എന്ന് എഴുതാം. ഓക്കെ, ഒരു നമ്പറിന്റെ സ്ക്വയർ 3 ആണ് എങ്കിൽ ആ നമ്പർ എത്രയാ? √3 ആണ്. ഈ സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആ സൈഡ് എത്രയായിരിക്കും? √3 ആയിരിക്കും. 1 സൈഡ് √3 ആണ് വന്നത്. ഏരിയ 16 വന്നപ്പോൾ 1 സൈഡ് √16. ഏരിയ 3 വന്നപ്പോൾ 1 സൈഡ് √3. ഓക്കെ, ഈ 3 ഏത് നമ്പറിന്റെ സ്ക്വയറാ? 3 എന്തായാലും ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പൊ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പുതിയ നമ്പർ ആയിട്ട് എഴുതാം. √3 എന്നുള്ള രീതിയിൽ എഴുതാം. ക്ലിയർ? ദിസ് √3 വിൽ ബി ദ ഇറാഷണൽ നമ്പർ. അത് എന്ത് നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു? ഇറാഷണൽ നമ്പർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഓക്കെ, അപ്പോ ഇറാഷണൽ നമ്പേഴ്സ് എന്താ? ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് എ സ്ക്വയർ
cannot be expressed as a fraction. അപ്പൊ ഒരു കാര്യം മനസ്സിലായി, ഒരു സമചതുരത്തിന്റെ വികർണത്തിന്റെ നീളം അല്ലെങ്കിൽ ഡയഗണലിന്റെ നീളം, ഡയഗണൽ എന്ന് ഉദ്ദേശിക്കുന്ന വികർണമാണ് കേട്ടോ, ഞാൻ എഴുതി വന്നപ്പോ അങ്ങനെ ആയപ്പോഴാ. ഡയഗണലിന്റെ നീളം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താ? വികർണം. ഈ കാണുന്നത് എന്താണ്? വികർണം. ഡയഗണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികർണമാണ്. വികർണത്തിന്റെ നീളം ഒരു ഭിന്നസംഖ്യയായി പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഭിന്നസംഖ്യ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പോ ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ പറ്റാത്ത സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? ഇറാഷണൽ നമ്പർ. ക്ലിയർ ആയോ? അപ്പൊ ഒരു കണക്ഷൻ മനസ്സിലായോ? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഇറാഷണൽ നമ്പർ എന്ന് പറയാം. ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ സാധിക്കാത്ത സംഖ്യകളെ പറയുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഓക്കെ, ഒരു ഭിന്നസംഖ്യ അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ, ഇതിനകത്ത് നമുക്ക് എന്തുകൊണ്ട് നേരത്തെ ഫ്രാക്ഷനകത്ത്, നേരത്തെ പറഞ്ഞ കേസിനകത്തൊന്നും ഫ്രാക്ഷൻ വരുന്നില്ല. 6 ഫ്രാക്ഷൻ ആണോ? 6 ഫ്രാക്ഷൻ ആണ്. 6നെ നമുക്ക് എങ്ങനെ എഴുതാം? 6നെ നമുക്ക് 12/2 എന്ന് എഴുതാം. 12/2 ഫ്രാക്ഷൻ അല്ലേ? ഇനി അതുപോലെ √3നെ ഒരു പെർട്ടിക്കുലർ നമ്പറിന്റെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റില്ല. √3 എന്ന് പറയുന്നത് എത്രയാ? ഒരു ഇന്റിജറിന്റെ അല്ലെങ്കിൽ ഒരു ഭിന്നസംഖ്യയുടെ ഫാക്ടർ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഒരു ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ സാധിക്കില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് നമ്മൾ എന്തുകൊണ്ടെന്ന് ഈ ഒരു പാറ്റേണിലൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ എന്താ? ഒരു ചതുരത്തിന്റെ വികർണത്തിന്റെ നീളം ഒരു ഭിന്നസംഖ്യയായി പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു എന്താ പറയാ, ഒരു സ്ക്വയറിന്റെ ഡയഗണലിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ സാധിക്കില്ല. അപ്പൊ ഈ ഫ്രാക്ഷൻ ആയിട്ട് എഴുതാൻ പറ്റാത്ത സംഖ്യകളെ എന്താ പറയാ, ഭിന്നസംഖ്യയായിട്ട് എഴുതാൻ സാധിക്കാത്ത സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? അഭിന്നക സംഖ്യകൾ അല്ലെങ്കിൽ ഇറാഷണൽ നമ്പേഴ്സ്. ക്ലിയർ ആണേ? ഓക്കെ ആണേ? ഇനി ഇറാഷണൽ നമ്പേഴ്സിനെ കുറിച്ച് ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. The numbers which are used to denote length which cannot be expressed as fractions of a unit are called irrational number. നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എന്താണ്? ഒരു ഫ്രാക്ഷനായിട്ട് എഴുതാൻ പറ്റാത്ത, ഭിന്നകമായിട്ട് എഴുതാൻ പറ്റാത്ത ഒരു യൂണിറ്റിന്റെ ഭിന്നസംഖ്യകളായി പ്രകടിപ്പിക്കാൻ കഴിയാത്ത സംഖ്യകളെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നവയാണെന്താ? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. അഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. എന്താണ്? അഭിന്നക സംഖ്യകൾ. എന്താ പറയാ? ഭിന്നസംഖ്യകളായി എഴുതാൻ സാധിക്കാത്ത സംഖ്യകളെ പറയുന്ന പേരാണെന്ത്? അഭിന്നക സംഖ്യകൾ. ക്ലിയർ ആയല്ലോ? അപ്പൊ അഭിന്നക സംഖ്യകളെ കുറിച്ച് ഇനി ഡൗട്ട്സ് ഇല്ലല്ലോ? ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാൻ സാധിക്കാത്ത നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പേഴ്സ്. അപ്പൊ ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേര് റാഷണൽ നമ്പേഴ്സ്. ഭിന്നകമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെ വിളിക്കുന്ന പേര് ഭിന്നക സംഖ്യകൾ. ഭിന്നകമായിട്ട് എഴുതാൻ സാധിക്കാത്ത സംഖ്യകളെ വിളിക്കുന്ന പേര് അഭിന്നക സംഖ്യകൾ. ക്ലിയർ ആണല്ലോ? ഫോർ ആൻ എക്സാമ്പിൾ √2, √3, √5 അങ്ങനെ വരുന്ന. ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഗ്രീൻ സ്ക്വയർ? ഇത് കൺസിഡർ ചെയ്യണ്ട കേട്ടോ. ഇത് ഗ്രീൻ സ്ക്വയർ ആയിട്ട് തന്നെ, ഗ്രീൻ കളറിൽ തന്നെ നിൽക്കട്ടെ. ഓക്കെ, ഇതൊരു ഗ്രീൻ കളറിലുള്ള സ്ക്വയർ ആണ്. ഞാൻ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഞാൻ ഇവിടെ ഒരു വരയില്ല, അത്ര ഞാൻ ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, കൂടുതൽ വരച്ച് എന്താക്കുന്നില്ല, കൂടുതൽ കുഴപ്പിക്കുന്നില്ല, വിട്ടേക്ക്. ഇവിടെ ഇങ്ങനെ ഒരു വരയില്ല. ഞാൻ ജസ്റ്റ് വരച്ചു വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരു വര വന്നു മാത്രം. ഓക്കെ, പറഞ്ഞു വന്നത് ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന ചിത്രത്തിൽ കാണുന്ന പച്ച സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? ചുറ്റളവ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? പെരിമീറ്റർ എന്ന് പറയുന്ന 4 വശങ്ങൾ. ഇതിനൊക്കെ എത്ര വശങ്ങളുണ്ട്? ആ വശങ്ങളെല്ലാം കൂടെ കൂട്ടുന്നതിനെയാണ് പെരിമീറ്റർ എന്ന് പറയാം. നമുക്കിതിന് പേര് കൊടുക്കാം.
എ ബി സി. ഈ കാണുന്ന പച്ച ചതുരത്തിന്റെ പച്ച സമചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ്? പരപ്പളവല്ല, ചുറ്റളവ് എത്രയാണ്? ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരു സ്ക്വയർ വന്നു, ഇവിടെ ഒരു സ്ക്വയർ വന്നാൽ അതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇവിടെ ഒരു സ്ക്വയർ വന്നു, ആ സ്ക്വയറിന്റെ ഏരിയയും 1 സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന പച്ച സമചതുരത്തിന്റെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? ഈ രണ്ട് ഏരിയ തമ്മിൽ കൂട്ടിയാൽ പോരെ? 1 + 1 2. 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ് എന്തിന്റെ ഏരിയ? ഈ കാണുന്ന ഗ്രീൻ കളറിൽ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ അത് ആദ്യം എഴുതാം. ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ. വലിയ സമചതുരത്തിന്റെ പരപ്പളവ് എങ്ങനെ എഴുതാം? വലിയ സമചതുരത്തിന്റെ പരപ്പളവ്. രണ്ടു ഒരേ കാര്യം തന്നെ. എത്ര വരും? എത്ര വരും? ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 2 അല്ലേ വരിക? വലിയ സമചതുരത്തിന്റെ അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ലാർജർ സ്ക്വയർ വിൽ ബി 2 സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ ഒരു വശം എത്ര വരും? 1 സൈഡ് ഓഫ് ദ സ്ക്വയർ, അല്ലെങ്കിൽ ഒരു വശം, ഈ സമചതുരത്തിന്റെ ഒരു വശം അല്ലെങ്കിൽ ഒരു 1 സൈഡ് ഓഫ് ദ സ്ക്വയർ എത്ര വരിക? ഏരിയ 2 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഒരു വശം എത്ര വരും? √2 വരും. ഇറ്റ് വിൽ ബി ഈക്വൽ ടു √2 സെന്റിമീറ്റർ. അപ്പൊ ഒരു വശം √2 ആണ് എങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്ന ഈ 4 വശങ്ങളും കൂടെ കൂട്ടുന്നതല്ലേ? ഇത് √2 ആണ്. ഈ കാണുന്നതും √2 ആണ്. ഇതും √2 ആണ്. ഈ കാണുന്ന സൈഡും √2 ആണ്. √2 എത്ര പ്രാവശ്യം ആഡ് ചെയ്യണം? 4 പ്രാവശ്യം ആഡ് ചെയ്യണം. അപ്പൊ ഒരേ സംഖ്യ ആവർത്തിച്ച് കൂട്ടുന്നതിനെയാണ് ആവർത്തന സങ്കലനമാണ് ഗുണനം. മലയാളത്തിൽ പറഞ്ഞാൽ ആവർത്തന സങ്കലനമാണ് എന്ത്? ഗുണനം. എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ആഡ് ചെയ്യുന്നതിനെയാണ്, സെയിം നമ്പർ ആഡ് ചെയ്യുന്നതിനെയാണ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഈ √2 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നു? 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ് √2. പോട്ടെ, നമ്മുടെ കയ്യിൽ മാങ്ങയുണ്ട്. മാങ്ങ പ്ലസ് മാങ്ങ പ്ലസ് മാങ്ങ പ്ലസ് മാങ്ങ. എത്ര മാങ്ങയുണ്ട്? 4 മാങ്ങയില്ലേ? സെയിം കേസ് √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ് √2. എത്ര √2 ഉണ്ട്? 4 √2 ആണേ. 4 √2. മാങ്ങ 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 4 മാങ്ങ ആട്ടിയപ്പോഴത്തേക്ക് 4 മാംഗോസ് കിട്ടിയില്ലേ? എന്ന് പറഞ്ഞ പോലെ √2 4 പ്രാവശ്യം ആഡ് ചെയ്താൽ 4 √2 കിട്ടും. ഓക്കെ, 4 √2. അപ്പൊ അതെടുത്ത് എഴുതാം. അപ്പോ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് √2 എത്ര വേണം? √2 പ്ലസ് √2 പ്ലസ് √2 പ്ലസ് √2. √2 എത്ര പ്രാവശ്യം ആഡ് ചെയ്യുന്നു? 4 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് 4 √2. ഓക്കെ, 4 വശങ്ങളും കൂടെ ആഡ് ചെയ്താൽ പോരെ? ചുറ്റളവ്. ഇതിനെന്തെന്ന് വിളിക്കാം? ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറയുന്നത് എന്താ? 4 വശങ്ങളും കൂടെ ആഡ് ചെയ്യുന്നതിനാണ്, 4 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. കാരണം ഇതൊരു സമചതുരമാണ്. സമചതുരത്തിന്റെ 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങളും തുല്യമാണ്. സ്ക്വയറിന് 4 സൈഡ്സ് ഉണ്ട്. ഈ 4 സൈഡ്സും എന്താണ്? ഈക്വൽ ആണ്. ക്ലിയർ? അപ്പോ √2 4 പ്രാവശ്യം ആഡ് ചെയ്തു. അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? 4 √2 എന്ന് എഴുതി. ക്ലിയർ? ഓക്കെ, സൂപ്പർ. നെക്സ്റ്റ്, 2 equilateral triangles of same size are cut into right triangles. The pieces are rearranged to form a rectangle. What is the area of this rectangle? അതായത് ഒരേ അളവിൽ കാണുന്ന 2 ത്രികോണങ്ങളെ, 2 സമഭുജ ത്രികോണങ്ങളെ എന്ത് ചെയ്യുന്നു? ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. അപ്പൊ ഒരേപോലെയുള്ള 2 സമഭുജ ത്രികോണങ്ങളിൽ ഒന്നിനെ മട്ട ത്രികോണങ്ങളായി മുറിച്ച് മറ്റൊന്നിന്റെ ഇരുവശത്തും മാറ്റി അടുക്കി ഒരു ചതുരം ഉണ്ടാക്കിയിരിക്കുന്നു.
ചതുരമാക്കിയിരിക്കുന്നു. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഈ എന്താ പറയാ, ഈ റെക്ടാങ്കിള് അല്ലെങ്കിൽ സ്ക്വയറിന്റെ എന്താണ് ഏരിയ എത്രയാണ്? സമചതുരം എന്ന് പറഞ്ഞിട്ടില്ല, റെക്ടാങ്കിൾ ആണ്, ചതുരമാണ്. ഈ ചതുരത്തിന്റെ പരപ്പളവ് എത്രയാണ്? ഇതെല്ലാം 2 സെന്റിമീറ്റർ ആണ് വരുന്നത്. 2 സെന്റിമീറ്റർ, ഇതും 2 സെന്റിമീറ്റർ, ഇതും 2 സെന്റിമീറ്റർ, എല്ലാ സൈഡും ഈക്വൽ ആണ്, 2 സെന്റിമീറ്റർ. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കാണുന്ന ഇത് 1 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 1 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇതും 1 സെന്റിമീറ്റർ ആണ്. ഞാൻ അപ്പുറത്തോട്ട് കയറിയിട്ടില്ല. അപ്പുറത്തോട്ട് കയറുന്നതിന് മുമ്പേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നിലവില് എന്തായി, ഈ കാണുന്ന 2 സെന്റിമീറ്റർ വീതമുള്ള സ്ക്വയറുകളുടെ സ്ക്വയർ അല്ല, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ തുല്യമായി ഭാഗിച്ചിരിക്കുകയാണ്, തുല്യമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ ആദ്യം ചെയ്തത് ഓർമ്മയുണ്ടോ? ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചൊരു ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഹൈറ്റ് എത്രയായിരിക്കും? ഓർമ്മയുണ്ടോ? നമ്മൾ പൈതഗോറസ് തിയറം വെച്ച് ചെയ്തില്ലേ? ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയാ വരിക? അത് തന്നെ, എത്രയാണ്? √3. ഓക്കെ, അപ്പൊ ഇതിന്റെ വരുന്നത് √3 ആണ്. കാരണം എന്താ, അവിടെ വന്ന സ്ക്വയറിന്റെ ഏരിയ 3 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? ഇതിന്റെ ഏരിയ 1 സെന്റിമീറ്റർ സ്ക്വയർ, ഇതിന്റെ ഏരിയ 4 സെന്റിമീറ്റർ സ്ക്വയർ. ഒന്നിന്റെ കൂടെ എത്ര കൂട്ടിയാൽ 4 കിട്ടും? 3 കൂട്ടിയപ്പോഴല്ലേ നമുക്ക് 4 കിട്ടിയത്. അപ്പൊ 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആ സ്ക്വയറിന്റെ അല്ലെങ്കിൽ ആ സമചതുരത്തിന്റെ പരപ്പളവെങ്കിൽ, ഏരിയ എങ്കിൽ, ഒരു സൈഡ് എത്ര വന്നു? √3 വന്നു. അതായത് ഈ കാണുന്ന ഹൈറ്റ് എത്രയാണ്? √3 ആണ്. ഇവിടെയും ഹൈറ്റ് എത്ര തന്നെ ആയിരിക്കും? √3 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ആ റെക്ടാങ്കിളിലേക്ക് വരാം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഈ കാണുന്ന 2 ഈക്വൽ റൈറ്റ് ട്രയാങ്കിൾസിനെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന 2 പച്ച കളറിൽ കാണുന്നത് ബ്ലൂ കളറിലെ ട്രയാങ്കിൾ അത് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു കാര്യം നോക്കി, ഈ കാണുന്ന സൈഡ് 2 സെന്റിമീറ്റർ ആണ്. ഇതെത്രയാ? 1 സെന്റിമീറ്റർ ആണ്. ഇതും 1 സെന്റിമീറ്റർ ആണ്. ആണേ, ഈ കാണുന്ന ഈ ഹൈറ്റ്, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ഇത് √3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതും √3 ആയിരിക്കില്ലേ? ഇവിടെയും എത്രയായിരിക്കും? √3 ആയിരിക്കും. അപ്പോൾ നിലവിൽ ഈ റെക്ടാങ്കിളിന്റെ, ഈ ചതുരത്തിന്റെ നീളവും വീതിയും എത്ര വന്നു? നീളം 1 + 1 2 സെന്റിമീറ്റർ. വീതി എത്ര വന്നു? √3 വന്നു. നീളം എത്ര വന്നു? 2 സെന്റിമീറ്റർ. വീതി എത്ര വന്നു? √3 വന്നു. അതൊന്ന് നോക്കാം. അപ്പൊ അതെടുത്ത് എഴുതിയാലോ? നീളം, ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ, നീളം എത്രയാ? ലെങ്ത് L, 1 + 1 2 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ അല്ലെങ്കിൽ വീതി, ബ്രെഡ്ത്ത് B എന്ന് കൊടുക്കാം. എത്ര വരും? നീളവും വീതിയും എത്ര വരും? വീതി √3 സെന്റിമീറ്റർ. അങ്ങനാണെങ്കിൽ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എത്ര വരും? ഏരിയ ഓഫ് എ റെക്ടാങ്കിൾ എന്ന് പറയുമ്പോൾ L × ബ്രെഡ്ത്ത്, ലെങ്ത് × ബ്രെഡ്ത്ത് അല്ലേ? നീളം ഗുണം വീതി. നീളം എത്രയാ? 2. വീതി എത്രയാ? √3. 2 × √3. 2 × √3. നമ്മൾ നേരത്തെ ചെയ്തല്ലോ. 4 × √2. √2 എന്ത് ചെയ്തു? 4 പ്രാവശ്യം ആഡ് ചെയ്തപ്പോ 4 × √2 4√2 എന്ന് എഴുതി. എന്ന് പറഞ്ഞ പോലെ 2 × √3 എങ്ങനെ എഴുതാം? 2√3 എന്ന് എഴുതാം. 2√3 എന്ന് എഴുതാം. ക്ലിയർ ആയോ? ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരുവാണ്, ബിൽഡ് ചെയ്ത് കൊണ്ടുവരുവാണ്, ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടുവരുവാണ്, കണക്ട് ചെയ്ത് വരികയാണ്. നമ്മൾ ആദ്യം എന്ത് പറഞ്ഞു? ഇറാഷണൽ നമ്പർ എന്താന്ന് പറഞ്ഞു, അത് ആഡ് ചെയ്യുന്ന രീതി പറഞ്ഞു. 4 പ്രാവശ്യം ആഡ് ചെയ്തപ്പോ 4 × √2 എന്ന് പറഞ്ഞു. 4 × √2 നമ്മൾ എങ്ങനെ എഴുതി? 4√2. 4 √2 എന്ന് എഴുതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഏരിയ കണ്ടുപിടിക്കുന്നു. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ലെങ്ത് × ബ്രെഡ്ത്ത് ആണെന്നറിയാം, നീളം ഗുണം വീതി ആണെന്നറിയാം. ഒരു റെക്ടാങ്കിളിന്റെ, ഒരു ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ, റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്തറിയാം? ലെങ്ത് × ബ്രെഡ്ത്ത് ആണെന്നറിയാം, L × B എന്നറിയാം. നീളം എത്രയാണ് ഇവിടെ കിട്ടിയേ? 1 + 1 2 സെന്റിമീറ്റർ ആണ്. വീതി എത്ര കിട്ടിയേ? √3 ആണ് കിട്ടിയത്. ആ √3 എങ്ങനെ കിട്ടി?
ആ √3 എങ്ങനെ കിട്ടി? √3 എന്ന് പറയുന്നത് ഈ കാണുന്ന ഹൈറ്റ് അല്ലേ, ഈ റെക്ടാംഗിൾ അല്ലെ ഈ ട്രയാംഗിളിന്റെ, ഈ ഇക്വിലാറ്ററൽ ട്രയാംഗിളിന്റെ ഹൈറ്റ് അല്ലേ ഈ √3? ആ ഹൈറ്റ് അല്ലേ ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. ദാ ഈ കാണുന്ന ട്രയാംഗിളിനെ, ഏത് ട്രയാംഗിളാ? ഈ കാണുന്ന ട്രയാംഗിളിനെ തല തിരിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ വന്നിരിക്കുന്നത്, ഈ കാണുന്ന പച്ച ട്രയാംഗിൾ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇത് 2 സെന്റിമീറ്റർ ആണ്. ഇതാ ട്രയാംഗിളിന്റെ ഹൈറ്റ് അല്ലേ, അതെത്രയാ? √3 ആണ്. അപ്പൊ നീളം എത്ര വന്നു? 1 + 1 2. ഹൈറ്റ് എത്ര വന്നു, അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എത്ര വന്നു? √3 വന്നു. ക്ലിയർ ആണേ. ലെങ്ത് 2 സെന്റിമീറ്റർ വന്നു, വീതി നീളം 2 സെന്റിമീറ്റർ വന്നു, വീതി എത്ര വന്നു? √3 വന്നു. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ, പരപ്പളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് കണ്ടുപിടിക്കണം. ലെങ്ത് എത്രയാണ്? 2 സെന്റിമീറ്റർ ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? √3 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേറൊരു മണ്ടത്തരം കാട്ടി വെക്കരുത്. 2 × √3 എന്തെഴുതരുത്? √6 എന്ന് എഴുതരുത്. അത് ഭൂലോക മണ്ടത്തരമാണ്, അതങ്ങനെ എഴുതി വെക്കരുത്. 2 വേറെ നമ്പറാണ്, √3 വേറെ നമ്പറാണ്. √3 എന്ത് നമ്പരാ? ഒരു റാഷണൽ നമ്പറാണ്. 2 എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്, ഭിന്നക സംഖ്യയും അഭിന്നക സംഖ്യയുമാണ്. √3 അഭിന്നക സംഖ്യയാണ്, അല്ലെങ്കിൽ ഇറാഷണൽ നമ്പറാണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ റൂട്ടിനകത്തുള്ള നമ്പർ തന്നെ വേണം. ഒരെണ്ണം റൂട്ടിന് പുറത്താണ്, ഒരെണ്ണം റൂട്ടിനകത്താണ്. 2 റൂട്ടിന് പുറത്താണ്, 3 റൂട്ടിനകത്താണ്. ഈ 2 നമ്പറും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് √6 എന്ന് എഴുതി വെക്കരുത്, ഭൂലോക മണ്ടത്തരമാണ്. ഓക്കെ, അതങ്ങനെ ചെയ്യരുത് കേട്ടോ. അത് ചെയ്യരുത് എന്ന് പറയാനുള്ള കാരണം ഞാൻ പറയാം. തുടർന്നുള്ള ക്ലാസ്സുകൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോഴേ ഇത് ഇരട്ട ക്വസ്റ്റ്യനിൽ നിന്ന് ബോറടിപ്പിക്കുന്നില്ല. 2 × √3 എത്രയാ? 2 √3. ഈ 2 × √3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? √3 2 പ്രാവശ്യം, എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. ചക്ക പ്ലസ് ചക്ക 2 ചക്ക, മാങ്ങ പ്ലസ് മാങ്ങ 2 മാങ്ങ എന്ന് പറഞ്ഞ പോലെ √3 + √3 2 √3. ഓക്കെ അല്ലേ? അപ്പൊ 2 × √3 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? √3 + √3 ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. 2ഉം √3 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് √6 എന്ന് എഴുതരുത്. ഓക്കെ, √3 + √3 എന്ന് പറയുന്നത് എന്താണ്? 2 √3 ആണ്, 2 √3 ആണ്. അപ്പൊ 2 × √3 എന്ന് പറയുന്നത് എത്ര എഴുതാം? 2 √3 എന്ന് എഴുതാം. ക്ലിയർ ആണേ? പക്ക ക്ലിയർ ആണേ? അപ്പോൾ ഇറാഷണൽ നമ്പർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് പോകാമല്ലോ. ഓക്കെ, ഇവിടെ ഒരു കാര്യം, √2 × √3. നമ്മൾ നേരത്തെ പറഞ്ഞു 2 × √3 എന്തല്ല? √6 അല്ല എന്ന് പറഞ്ഞു. √6 വരുന്ന കേസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കോ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ ഹാവിംഗ് സൈഡ് √2 സെന്റിമീറ്റർ ആൻഡ് √3 സെന്റിമീറ്റർ. √2 സെന്റിമീറ്ററും √3 സെന്റിമീറ്ററും വശങ്ങളുള്ള ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. എങ്ങനെ? ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. ഇതിന്റെ നീളം √2 ആണ്, വീതി √3 ആണ്. എങ്കിൽ ഈ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്, ഈ റെക്ടാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. L × B ആണ് അല്ലെ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് √2 ആണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് √2 ആണ്, ബ്രെഡ്ത്ത് √3 ആണ്. √2 × √3 എത്ര വരും? നോക്കാം. ഇവിടെ √2ന്റെ വാല്യൂ നമ്മള് ന്യൂ നമ്പേഴ്സ് പഠിച്ചതല്ലേ? √2ന്റെ വാല്യൂ 1.4, 1.41, 1.414. ഇതെല്ലാം തുടർന്ന് പോകുന്നത് എന്തിലോട്ടാണ്? √2ന്റെ വാല്യൂലോട്ടാണ്. അപ്പൊ √2നെ നമുക്ക് എന്ത് കൊടുക്കാം? 1.414 എന്ന് കൊടുക്കാം. √3 എന്ത് കൊടുക്കാം? 1.732 എന്ന് കൊടുക്കാം. ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഏതാ? 1.4 × 1.7. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 2.4 കിട്ടി. 1.41 × 1.73 മൾട്ടിപ്ലൈ ചെയ്തപ്പോ എത്ര കിട്ടി? 2.44 കിട്ടി. 1.414 × 1.732 മൾട്ടിപ്ലൈ ചെയ്തപ്പോ എത്ര കിട്ടി? 2.449 കിട്ടി. ഈ 1.414 എന്ന് പറയുന്നത് എന്താണ്? √2 ഈക്വൽ ആണ്. 1.732 എന്താണ്? √3 ഈക്വൽ ആണ്. അപ്പൊ √2 × √3 √2 × √3 എന്ന് പറയുന്നത് 2.449 എക്സെട്ര അങ്ങനെ പോകുന്ന ഒരു നമ്പറാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഈ കാണുന്ന നമ്പർ എന്തിനോട് ഈക്വൽ ആണ്? √6 ഈക്വൽ ആണ്. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും ഈ ഇത് √6 ഈക്വൽ എന്നുള്ളത്?
ആ ഈ കാണുന്ന 2.449 നമ്മള് ഇതിനു മുൻപ് ന്യൂ നമ്പേഴ്സിൽ ചെയ്ത കാര്യമാണ്. ഈ നമ്പറിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഈ ആറിനോട് വരുന്നുണ്ടോ, ഈ ആറിനോട് അടുത്ത് വരുന്നുണ്ടോ നോക്കിയാൽ പോരെ. ഏതാ 2.449 സ്ക്വയർ എടുത്താൽ 6 അടുത്ത നമ്പർ ആണോ നോക്കിയാൽ പോരെ. നമ്മൾ നേരത്തെ 1.414 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 അടുക്കുന്നുണ്ടോ നോക്കുന്നു. 1.732 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 3 അടുത്ത് വരുന്നുണ്ടോ നോക്കുന്നു. അതുപോലെ 2.449 അതിന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. ഈ 3 നമ്പേഴ്സിന്റെ സ്ക്വയർ എന്ന് എടുത്ത് നോക്കിക്കേ. ഇത് എത്ര കിട്ടി? 1.999396 എന്തിനോട് വരുത്തുന്നു? 2 അടുത്ത് വരുന്ന ഒരു നമ്പറാണ്. അപ്പോ √2 വാല്യൂ 1.414 ആയിട്ട് കൺസിഡർ ചെയ്തു. 1.732 സ്ക്വയർ എത്രയാ? 1.732 സ്ക്വയർ എത്ര വരും? 1.732 അതിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.999824 എങ്ങനെ വരിക? 2.999824 അതും എന്തിനോട് ഈക്വൽ ആയിട്ട് വരുന്നു? 3 അടുത്തടുത്ത് വരുന്നു. അങ്ങനെയാണെങ്കിൽ √3 വാല്യൂ 1.732 എന്ന് കൊടുക്കാം. അതേപടി 2.449 സ്ക്വയർ 6 അടുത്ത് വരുന്നുണ്ടോ നോക്കിയാൽ പോരെ. നോക്കിക്കേ, ഏതാ പറഞ്ഞേ? 2.449 സ്ക്വയർ നോക്കാം. 2.449 അതിന്റെ സ്ക്വയർ നോക്കിയാൽ 5.997601 എന്താ? 5.997601. ഇതിന്റെ ഡെസിമൽ ഫോം ഒന്നും പഠിച്ചു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പറഞ്ഞെന്ന് മാത്രം, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം. അതായത് ഈ കാണുന്ന സംഗതി എവിടെ ചെയ്തതാണെന്ന് അറിയാവോ? സെക്കൻഡ് ചാപ്റ്ററിൽ ന്യൂ നമ്പേഴ്സ് പുതിയ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. ഈ √2 വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ഓരോ നമ്പേഴ്സിന്റെയും സ്ക്വയർ എടുത്ത് നോക്കി. 1.414 സ്ക്വയർ നോക്കുമ്പോൾ എന്തിനോട് അടുത്തടുത്ത് വരുന്നു? 2 അടുത്തടുത്ത് വരുന്നു. 1.732 സ്ക്വയർ നോക്കിയപ്പോൾ ഇത് എന്തിനോട് അടുത്തടുത്ത് വരുന്നു? 3 അടുത്തടുത്ത് വരുന്നു. 2.449 സ്ക്വയർ നോക്കുമ്പോൾ എന്തിനോട് അടുത്തടുത്ത് വരുന്നു? 6 അടുത്തടുത്ത് വരുന്നു. അപ്പോൾ ഇത് 2.449 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? √6 ഈക്വൽ ആണ്. ഇവിടെ സ്ക്വയർ മാറിയ റൂട്ട് വരണ്ടേ? എത്രയാ പറഞ്ഞേ? 2.449 എന്ന് പറയുന്നതിന്റെ സ്ക്വയർ എന്തിനോട് അടുത്തടുത്ത് വരുന്നു? 6 അടുത്ത് വരുന്നു. അപ്പോൾ 2.449 എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പർ എന്തിനോട് ഈക്വൽ ആണ്? √6 ഈക്വൽ ആണ്. അപ്പോ √2 into √3 എന്ത് വന്നു? √6 വന്നു. അപ്പോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ വെച്ച് ഒന്നുകൂടെ ഞാനൊന്ന് പറയുവാണ്. 2 into √3 ഒരിക്കലും √6 അല്ല. പകരം √2 into √3 ആണ് വരുന്നതെങ്കിൽ √2 into 3 നമുക്ക് √6 എന്ന് എഴുതാം. കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടുത്തെ കേസിൽ ഒരെണ്ണം റൂട്ടിനകത്തുള്ള നമ്പർ അല്ല. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ 2 നമ്പറും എന്തായിരിക്കണം? റൂട്ടിനകത്തുള്ള നമ്പർ ആയിരിക്കണം. 2ഉം 3ഉം ഇവിടെ എന്താണ്? റൂട്ടിനകത്തുള്ള നമ്പറാണ്. സോ വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് √6. ക്ലിയർ? ഫോർ അനദർ എക്സാമ്പിൾ, √3 into √4 എത്ര വരും? √3 into 4 വരും. എത്രയാ? √12. പകരം √3 into √5 എങ്ങനെ എഴുതാം? √3 into 5 എന്ന് എഴുതാം. എത്രയാ? √15 ആണ്. പകരം 3 into √5 ഒരിക്കലും എന്തല്ല? √15 അല്ല. അതിനെ എങ്ങനെ എഴുതാം? അങ്ങനെ എഴുതാം, 3√5 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 3√5 എന്ന് എഴുതാം. പക്ഷെ അതൊരിക്കലും എന്തല്ല? √15 അല്ല. അപ്പോ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനുള്ള ഒരു ബേസിക് ലോജിക് മനസ്സിലായോ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇറാഷണൽ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ടിനകത്തുള്ള നമ്പർ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. റൂട്ടിന് പുറത്തുള്ള നമ്പറും റൂട്ടിനകത്തുള്ള നമ്പറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യരുത്. പകരം അതങ്ങോട്ട് ഒരുമിച്ച് എഴുതിയാൽ മതി. ക്ലിയർ? 3 into √5 3√5 ആണ്, √15 അല്ല. പക്ഷേ √3 into √5 വരുമ്പം √15 ആണ്. കൺഫ്യൂസ്ഡ് ആവരുത്. നല്ലപോലെ നോക്കുക, നല്ലപോലെ ആലോചിച്ച് നോക്കുക, കിട്ടും. ഓക്കെ. അപ്പോ ഇവിടെ ഒരു കാര്യം നോക്കിയേ, √2 into √3 എങ്ങനെ √6 ആയി?
ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2.4ന്റെ സ്ക്വയർ 5.76 ആണ്. 2.44ന്റെ സ്ക്വയർ 5.95 ആണ്. 2.449ന്റെ സ്ക്വയർ 5.998 ആണ്. അത് അടുത്തടുത്ത് എന്തിനോടാ ഈക്വൽ ആയിട്ട് വരുന്നത്? ഇത് ഈക്വൽ ആയിട്ട് വരുന്നത് 6നോടാണ്. അപ്പോ √6 എങ്ങനെ എഴുതാം? അപ്രോക്സിമേറ്റ്ലി ഈ കാണുന്ന സിമ്പിൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ അറിയാം. ഇത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്ന് പറയും. അതായത് ഏകദേശം ഈക്വൽ ആണ്. കൃത്യമായിട്ട് ആ നമ്പർ ആണെന്ന് പറയാൻ പറ്റില്ല. അത് ഏകദേശം 6നോട് അടുത്തടുത്ത് വരുന്നു എന്ന് പറയാം. ഏകദേശം. ഓക്കെ, ഏകദേശം എന്നുള്ള രീതിയിലാണ്. അപ്പോ √6ന്റെ വാല്യൂ എന്തിനോട് കൺസിഡർ ചെയ്യാം? 2.449 അങ്ങനെ പോകുന്ന ഒരു നമ്പർ ആണ് എന്ന് ഏകദേശം കണക്കാക്കാം. ക്ലിയർ? ഓക്കെ. √2 into √3 എങ്ങനെ √6 ആയെന്നുള്ളതിന് വേറൊരു എക്സാമ്പിൾ ഇതാ. ഇവിടെ 2 വന്നു, 3യും 3യും. ഓക്കെ, 3യും 3യും. ഇവിടെ 3യും 3യും വന്നിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എത്ര വരും? ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ എത്രയായിരിക്കും വരിക? നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു സ്ക്വയർ വന്നാൽ ഇവിടെ 3 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്ര വരും? 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇവിടെ ഒരു സ്ക്വയർ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയായിരിക്കും? 9 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ ഈ 9 + 9 ഇതിന്റെ ഏരിയ എത്ര വരിക? 18 സെന്റിമീറ്റർ സ്ക്വയർ വരിക. എന്താണ്? 18 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പോ ഈ സ്ക്വയറിന്റെ ഏരിയ 18 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഒരു സൈഡ് എത്ര വരും? ഒരു സൈഡ് വരുന്നത് √18 ആയിരിക്കും. എത്രയാണ്? √18 ആയിരിക്കും. ഈ √18 എങ്ങനെ 3√2 ആയി എന്നുള്ളതാണ് ചോദിക്കും. √18 എങ്ങനെ 3√2 ആയി? അത് ഞാൻ വേറൊരു രീതിയിൽ ഞാൻ ഈ സെയിം ഫിഗർ ഞാൻ അപ്പുറത്ത് മാറ്റി വരച്ചിട്ടുണ്ട്. താഴെ ബേസ് 3 സെന്റിമീറ്റർ ആയിരുന്നേ, അത് നമുക്ക് 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ 1 സെന്റിമീറ്റർ എന്ന് കൊടുക്കാം. ഇവിടെയും 3 സെന്റിമീറ്റർ ആയിരുന്നേ, അതും 1 എന്ന് കൊടുക്കാം. ആണേ, ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇത് 1 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് ഇത് എത്ര വരും? √2 അല്ലേ വരിക? അല്ലേ? √2 അല്ലേ വരിക? ഇത് 1 സെന്റിമീറ്റർ ആണ്, ഇതും 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് എത്ര വരും? ഇതും √2 ആ വരിക. കാരണം ഇതിന് മുൻപ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇത് രണ്ടും 1 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ കാണുന്ന സ്ക്വയറിന്റെ ഏരിയ 2 ആണ്, ആ നീളം √2 ആണ്. ഇതും 1 സെന്റിമീറ്റർ ആണ്, ഇതും 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് എത്ര വരും? ഇതും √2 വരും. അപ്പൊ ഈ സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറയുന്നത് √2 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നതാണ്. √2 പ്ലസ് √2 എന്ന് പറയുന്നത് √2നെ 3 പ്രാവശ്യം ആഡ് ചെയ്യുന്നു. 3 into √2 എങ്ങനെ എഴുതാം? 3√2 എന്ന് എഴുതാം. നേരത്തെ ഇവിടെ കിട്ടി ഇതിന്റെ ഒരു വശം √18 ആണെന്ന് കിട്ടി. ഇവിടെ കിട്ടി √3√2 ആണെന്ന് കിട്ടി. അപ്പൊ ഈ √18 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? ഈ 3√2നോട് ഈക്വൽ ആണ്. 3√2 എന്ന് പറയുന്നത് ഈ സ്ക്വയറിന്റെ ഒരു സൈഡാണ്. അപ്പോ √18 നമുക്ക് എങ്ങനെ എഴുതാം? 3√2 എന്ന് എഴുതാം. മനസ്സിലായോ എങ്ങനെ വന്നു എന്നുള്ളത്? ഈ തന്നിരിക്കുന്ന ഫിഗർ നല്ലപോലെ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കിക്കേ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, അപ്പോ ഇതിൽ നിന്ന് നമ്മൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇറാഷണൽ നമ്പറിന്റെ ഡെഫിനേഷൻ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ അത് കറങ്ങി എങ്ങോട്ടേക്ക് വന്നു? ഇറാഷണൽ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി വരെ എത്തി. ഓക്കെ, അപ്പൊ തുടർന്ന് നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ടെക്സ്റ്റിലുള്ള കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു ടോപ്പിക് എടുത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. എന്താണ് ഇറാഷണൽ നമ്പർ? ആ ഇറാഷണൽ നമ്പറിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം? റൂട്ടിനകത്ത് വരുന്ന നമ്പർ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. റൂട്ടിന് പുറത്തുള്ള നമ്പറും റൂട്ടിനകത്തുള്ള നമ്പറും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു റൂമിന് പുറത്തുള്ള ഒരാളും അകത്തുള്ള ഒരാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. അത് തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടി യോജിക്കില്ല. അതിന് തടസ്സമായിട്ട് എന്തുണ്ട്? റൂട്ടുണ്ട്. ആ റൂമിന് പുറത്തുള്ള ഒരു പെൺകുട്ടിയും റൂമിനകത്തുള്ള ഒരു ആൺകുട്ടിയും തമ്മിൽ എന്ത് ചെയ്യില്ല? ഒരു കോണ്ടാക്റ്റും ഉണ്ടാവില്ല, ഒരു ഐ കോണ്ടാക്റ്റും ഉണ്ടാവില്ല, തമ്മിൽ കണ്ടുമുട്ടുക പോലും ഇല്ല. ഓക്കെ, അവർ തമ്മിൽ തടസ്സമായിട്ട് ആരുണ്ട്? നല്ല പേരൻസ്, നല്ല ഘടാഘടിയന്മാരുള്ള ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ പേരൻസ് ഉണ്ട്. ഓക്കെ, √3യും 2ഉം നമ്മൾ രണ്ട് നമ്പേഴ്സ് കൺസിഡർ ചെയ്യുന്നത് മാത്രം. റൂട്ട് എന്ന് പറയുന്ന ഒരു ഘടാഘടനായിട്ടുള്ള ഒരു തടിയനായിട്ടുള്ളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആങ്ങളമാരുണ്ട്, അല്ലെങ്കിൽ പേരൻസ് ഉണ്ടെന്ന് കരുതുക. ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല? കൂട്ടിമുട്ടാൻ അല്ലെങ്കിൽ കണ്ടുമുട്ടാൻ സമ്മതിക്കില്ല.
അതായത് റൂട്ടിന് പുറത്തുള്ള ഒരു നമ്പറിനെയും റൂട്ടിനകത്തുള്ള നമ്പറിനെയും തമ്മിൽ എന്ത് ചെയ്യില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ സമ്മതിക്കില്ല, തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ ഒരു കാര്യം ആ ഒരു രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാലും മതി. ജസ്റ്റ് രസകരമായിട്ടുള്ള ഓരോരോ കഥകൾ ഉണ്ടാക്കി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ മാത്സിൻ്റെതായുള്ള രീതിയിൽ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ അങ്ങനെ കാണാപ്പാഠം പഠിക്കാനായിട്ട് ഒരിക്കലും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു മാത്സിന്റെ ഒരു സെഷൻ തന്നെ പോകുന്നുണ്ട്. നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല ഈസി ആയിട്ട് ഒരു പാറ്റേൺ പോകുന്നുണ്ട്. അത് ഫോളോ ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല ഒരു ലോജിക്ക് കിട്ടും. മാത്സ് എപ്പോഴും ലോജിക്കലി മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. സോ അടുത്ത സെഷനിൽ നമുക്ക് ഈ ചാപ്റ്ററിന്റെ ടെക്സ്റ്റുവൽ എക്സസൈസ് നമുക്ക് നോക്കാം. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ടിൽ ദെൻ ബൈ ബൈ.